നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സന്ദർശകരുടെ എണ്ണത്തിൽ തുടർച്ചയായി റെക്കോർഡ് സ്ഥാപിക്കുന്ന ദുബായിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യക്കാർ തന്നെ. 1.19 കോടി ഇന്ത്യക്കാർ കഴിഞ്ഞ വർഷം എത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള സൗദി പൗരന്മാർ 63 ലക്ഷം മാത്രം. UK-യിൽ നിന്ന് 62 ലക്ഷം പേരെത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നവീകരണത്തിന് 45 ദിവസം റൺവേ അടച്ചിടേണ്ടി വന്നെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന വിമാനത്താവളമെന്ന റെക്കോർഡ് തുടർച്ചയായി 6ാം വർഷവും ദുബായ് സ്വന്തമാക്കിക്കൊണ്ടാണ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. 8.64 കോടി സന്ദർശകർ ഇതിനോടൊപ്പം തന്നെ എത്തി. ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഹീത്രൂവിനേക്കാൾ 60 ലക്ഷം യാത്രക്കാർ കൂടുതൽ എത്തിയിരുന്നു. അതേസമയം 2018 അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 3.1% കുറവ് രേഖപ്പെടുത്തി. റൺവേ നവീകരണത്തിന് പുറമെ 837 വിമാനങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതും സന്ദർശകർ കുറയാൻ കാരണമായതായി ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിത്സ് പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ 4ാം പാദത്തിൽ മാത്രം 3 ലക്ഷത്തിൽ പരം വിമാനങ്ങൾ വന്നുപോയി. സ്മാർട്ട് ഗേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ സന്ദർശകർക്ക് അതിവേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാനാകുമെന്നതാണ് ദുബായ് വിമാനത്താവളത്തിന്റെ മറ്റൊരു പ്രത്യേകത. ബാഗേജ് കിട്ടാനും താമസമില്ലതാനും. അങ്ങനെ ദുബായ് ഇളവുകൾ വാരിക്കോരി നൽകി. വിസാ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയതും നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയതും സന്ദർശകരുടെ എണ്ണം കൂടാൻ കാരണമായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേനൽ അവധിക്കാലത്ത് രക്ഷിതാക്കളോടൊപ്പം UAE സന്ദർശിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിസ ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാരടക്കം ഏറെ പേർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഈ ആനുകൂല്യം ലഭ്യമായിരുന്നത് തന്നെ. ഷോപ്പിംഗ് മേള, മറ്റ് ആഘോഷമേളകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള കുറഞ്ഞ ദൂരം, സുരക്ഷിതത്വം, മികച്ച താമസ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ലോകത്തിലെ വിവിധ ഭക്ഷണം കിട്ടുന്ന കടകളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റേത് രാജ്യത്തേക്കാളും ബന്ധുക്കളും സുഹൃത്തുക്കളും UAE-യിൽ ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. യൂറോപ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഷോപ്പിംഗിനായി ദുബായിൽ ഇറങ്ങാറുള്ളത് പതിവ് രീതിയാണ്. ആകർഷക പാക്കേജുകൾ നൽകിയാണ് ദുബായ് ഏവരെയും ആകർഷിക്കുന്നത്. ഇന്ത്യക്കാരെ ആകർഷിക്കാൻ വിവിധ പാക്കേജുകൾക്ക് ദുബായ് ടൂറിസം രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന ടൂറിസം മേഖലകളിൽ ദുബായ് ടൂറിസത്തിന്റെ സജീവ സാന്നിധ്യമായി മാറുന്നുണ്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ദുബായ് ഫുഡ് ഫെസ്റ്റിവൽ, ദുബായ് സമ്മർ സർപ്രൈസസ്, മർഹൂം ഒട്ടകയോട്ട മത്സരം, ഹത്ത പൈതൃക ഗ്രാമം, ക്രൂസ് ടൂറിസം, ഇക്കോ ടൂറിസം, ദുബായ് സഫാരി, ദുബായ് ഫ്രെയിം തുടങ്ങിയവയെ കുറിച്ച് കൂടുതൽ പ്രചാരണ പരിപാടികൾ നടത്തി വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.